ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടൈറ്റൻ കമ്പനിയുടെ ഇന്നലെ വന്ന റിസൾട്ടിനെ കുറിച്ചാണ്. റിസൾട്ട് ഒറ്റനോട്ടം നോക്കുകയാണെങ്കിൽ റവന്യൂ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും പ്രോഫിറ്റ് ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നും മറ്റു കാര്യങ്ങളും നമുക്ക് നോക്കാം. ഈ നമ്പേഴ്സ് ഡീപ്പായിട്ട് നോക്കുന്നതിന് മുമ്പ് അതിൻ്റെ കൂടെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വീഡിയോ കുറച്ചുകൂടി ആൾക്കാർക്ക് ഉപകാരപ്രദമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസുമായി ബന്ധപ്പെട്ട ചില ടേംസിൻ്റെ എക്സ്പ്ലനേഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് റിസൾട്ട് ഡീപ്പായിട്ട് നോക്കാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ടൈറ്റൻ 25% റവന്യൂ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. 17,723 കോടിയായിട്ടുണ്ട്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ സെയിം ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 14,122 കോടിയായിരുന്നത്. പക്ഷെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടാണുള്ളത്. അതായത് കഴിഞ്ഞ വർഷം അത് 1,053 കോടിയായിരുന്നെങ്കിൽ ഈ വർഷത്തെ ക്വാർട്ടറിൽ അത് 1,047 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 0.6% കുറവുണ്ട്. നെറ്റ് പ്രോഫിറ്റിലെ പ്രധാനപ്പെട്ട ഇടിവിനുള്ള കാരണം കഴിഞ്ഞ ബജറ്റിൽ കസ്റ്റംസ് ഡ്യൂട്ടി കട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഗോൾഡിന് പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് ആ ഒരു സമയത്ത്. പക്ഷേ ഇൻവെൻട്രീസ് അവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വാല്യൂ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നഷ്ടം വരും. ആ ഒരു കാരണം കൊണ്ടാണ് ഇവർക്ക് ഈ ഒരു ലോസ് വരാൻ കാരണമായിട്ട് പറയുന്നത്. അതേപോലെ എബിറ്റ നോക്കുകയാണെങ്കിലും 1,641 കോടിയായിട്ടുണ്ട്. ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ 2.8% വർധനവുണ്ട്. പക്ഷേ എബിറ്റ മാർജിൻ 12.2% നിന്ന് 10.1% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എബിറ്റ മാർജിൻ എന്താണെന്ന് നോക്കാം. നമ്മൾ ഇന്നലെ എബിറ്റ ആണ് നോക്കിയത്. അതെന്താണെന്നുള്ള ഡെഫിനിഷൻ ഇന്നലത്തെ വീഡിയോയിലുണ്ട്. അതായത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എബിറ്റ മാർജിൻ ആണ്. ഈ എബിറ്റയെ റവന്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ആണ് എബിറ്റ മാർജിൻ എന്ന് പറയുന്നത്. അതായത് എബിറ്റയെ റവന്യൂയുടെ ഇത്ര പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കമ്പനിയുടെ എബിറ്റ 2 മില്യൺ ആണെന്ന് വിചാരിക്കുക. ടോട്ടൽ റവന്യൂ 10 മില്യൺ ആണെങ്കിൽ 2/10 20% ആയിരിക്കും എബിറ്റ മാർജിൻ. എബിറ്റ മാർജിൻ എടുക്കുമ്പോൾ ഒരു ഗുണമുള്ളത് കമ്പനിയുടെ സൈസ് ഇതിൽ മാറ്ററായിട്ട് വരുന്നില്ല. അത് ടോട്ടൽ റവന്യൂവിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. കമ്പനി എത്ര വലിയ സൈസിലായാലും നമ്മളിപ്പോൾ പെർസെൻറ്റേജ് വാല്യൂവിൽ എബിറ്റ മാർജിൻ പറയുന്നതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്ന് കമ്പയർ ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റിസൾട്ടേക്കാണ് തിരിച്ചു വരാം. ടൈറ്റൻ്റെ ജ്വല്ലറി ബിസിനസ് അതിൽ നല്ലൊരു ഗ്രോത്താണ് കമ്പനി കാഴ്ചവെച്ചത്. ഇയർ ഓൺ ഇയർ 25% ഗ്രോത്ത് ഉണ്ട്. ഒന്ന് ഫെസ്റ്റിവൽ സീസൺ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ വെഡ്ഡിങ് സീസണ് ആ ഒരു സമയത്തുണ്ടായ ഡിമാൻഡ് നല്ല രീതിയിൽ കമ്പനിയുടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ ഗോൾഡ് ജ്വല്ലറി കോയിൻ സെയിൽസ് 27% വളർച്ചയുണ്ട്. കോയിൻ്റെ സെയിൽ വർധനവ് ഒരു കാര്യം തെളിയിക്കുന്നുണ്ട്. ആൾക്കാർ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. പിന്നെ സ്റ്റോർ എക്സ്പാൻഷൻ നോക്കുകയാണെങ്കിൽ 11 ടൈൻസ്കിൻ്റെ പുതിയ ഔട്ട്ലെറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 13 മിയ സ്റ്റോഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർ. ഇനി വാച്ചസ് ആൻഡ് വിയറബിൾ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് മിക്സഡ് ആയിരുന്നു. അനലോഗ് വാച്ചിന് 20% ഗ്രോത്ത് കണ്ടിരുന്നു. പക്ഷേ ടോട്ടൽ വിയറബിൾ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 20% കുറവാണ് കാണിച്ചത്. അതിന് കാരണമായിട്ട് പറയുന്നത് ഒന്ന് ലോവർ പ്രൈസസ്, പിന്നെ സ്മാർട്ട് വാച്ചിന് ഡിമാൻഡ് കുറഞ്ഞു വരുന്നുണ്ട്. ഇനി ഐവെയർ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഐവെയർ സെഗ്മെൻറ്റിൽ 15% ഗ്രോത്ത് ഉണ്ട്. ഗ്ലാസസ് ആണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിച്ചത്. 35% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. ഇനി അവർ ഫ്രാഗ്മെൻസിൻ്റെ സെഗ്മെൻറ്റ് 5% ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. ഇനി ടോട്ടൽ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഫണ്ടമെന്റൽസ് ഇപ്പോഴും സ്ട്രോങ് തന്നെയാണ്. ജ്വല്ലറി സെഗ്മെൻറ്റ് നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. വാച്ചസും മറ്റ് സെഗ്മെൻറ്റും മോശമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഇനി ഈ ഷോർട്ട് ടേം ലോസിന് കാരണമായിട്ടുള്ളത് ആ ഒരു കസ്റ്റംസ് ഡ്യൂട്ടി കട്ടുകൊണ്ട ലോസാണ്. നമ്മളത് തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.